ഒരു കൊറിയർ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ബസ് വരാൻ ഒരു 10 മിനിറ്റ്സ് ആവുമെന്ന് വന്നു. അങ്ങോട്ടേക്ക് നടന്നു പോകാൻ ആകെ 10 മിനിറ്റ്സേ ഉള്ളൂ. നോക്കിയപ്പോൾ നല്ല വെതറും ചെറിയ കാറ്റും ചാറ്റൽ മഴയൊക്കെ ആയിട്ട് എന്നാൽ പിന്നെ നടക്കാമെന്നായി. അങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ എന്താ പ്രത്യേകിച്ച് കാണാൻ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ആർക്കും ഒരു ഉപദ്രവമില്ലാണ്ട് റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ ബ്ലാക്ക് ബെറീസിനെ ഞങ്ങൾ കാണുന്നത്. പിന്നെ അത് നോക്കിയില്ല. 2 എണ്ണം എടുത്ത് കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വെച്ച് കഴുകി വായിലേക്ക് അങ്ങോട്ട് ഇട്ടു. ആഹാ! അപ്പോൾ പിന്നെ കുറച്ച് കയ്യിലെടുക്കാമെന്നായി. കയ്യിലതുങ്ങാണ്ട് വന്നപ്പോൾ കവറിലേക്ക് ആക്കാമെന്നായി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളത് കവറിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ കൂടി പോണവരൊക്കെ ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ടോയെന്നൊരു സംശയം. അതുകൊണ്ട് ഇവരെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. ഈ ബ്ലാക്ക് ബെറീസ് എന്ന് പറയുമ്പം ബ്ലൂബെറീസിൻ്റെയും മൾബെറീസിൻ്റെയൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നതായിരുന്നു ഞങ്ങളുടെ ഒരു നിഗമനം. ഗൂഗിളിനോട് ചോദിച്ചപ്പം റൊസേസിയെ എന്ന് പറയുന്ന വലിയ കുടുംബ പേരുള്ള ആരുമാണെന്ന് മനസ്സിലായി. ഇതുകൊണ്ടിപ്പോൾ നമ്മളെന്താ കാട്ടുക? ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് പാലും കുറച്ച് പ്ലാൻ ബേസ്ഡ് ക്രീമും ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ പ്ലാൻ ബേസ്ഡ് ക്രീം കൊണ്ട് ഞങ്ങൾ പല എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിലും ബ്ലാക്ക് ബെറീസ് അത് ആദ്യമായിട്ടാണ്. അല്ലെങ്കിലും നമ്മളുടെ ഒരു രീതി അതാണല്ലോ, കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ടൊരു റെസിപ്പി. അങ്ങനെ നല്ല പാലും കുറച്ച് പ്ലാൻ ബേസ്ഡ് ക്രീമും ഷുഗറിന് പകരം കുറച്ച് ഹണിയൊക്കെ ആയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. ഇതിലേക്കിപ്പോൾ എന്താ ഇനി ആഡ് ചെയ്യാനുള്ളതെന്ന് നോക്കുമ്പോൾ എന്നോ വാങ്ങിച്ച ഒരു ഐസ്ക്രീമിൻ്റെ അരി ഓർമ്മ വന്നു. ആക്ച്വലി ബ്ലൂബെറി ഐസ്ക്രീമാണ് ഇതിൻ്റെ കളറിന് മാച്ചായിട്ട് വരുന്നതെങ്കിലും ഞങ്ങളുടെ കയ്യിലുള്ളതൊരു മാംഗോ കുൽഫി ഐസ്ക്രീമായിരുന്നു. എന്തായാലും ഐസ്ക്രീമാണല്ലോ, അതുകൊണ്ട് അതങ്ങ് സെറ്റാക്കാമെന്ന് വെച്ചു. അങ്ങനെ പുതിയതായിട്ട് വാങ്ങിച്ച ഗ്ലാസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ പറഞ്ഞ മിക്സ് എല്ലാം കൂടി ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിയാ സീഡ് ഇട്ട് ഈ പറഞ്ഞ മാംഗോ ഐസ്ക്രീം വെച്ചിട്ട് കാര്യം സെറ്റാക്കി. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സംഭവം അടിപൊളിയാണ്. അപ്പോൾ ചിയേഴ്സ്.